Hi, hello everyone. It's PCS Sanjay. So welcome back to the second part of SA 610. എടാ SA 610 പേരെന്താ? യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റേഴ്സ്. എന്താണ്? യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റേഴ്സ്. എന്താണ്? യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റേഴ്സ്. ഓക്കെ ആണോടാ? യെസ്. സോ ഹൂ ഈസ് യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റേഴ്സ്? എടാ ഇതിന്റെ പേരെന്താ? SA 610 അല്ലെ? SARക്ക് ബാധകമായിട്ടുള്ളതാണ്. എക്സ്റ്റേണൽ ഓഡിറ്ററിന് ബാധകമായിട്ടുള്ളതാണ്. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അല്ലെ? സ്റ്റാറ്റ് ഓഡിറ്റർ ഈസ് യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ. അല്ലാതെ മാനേജ്മെന്റ് യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ ആണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല, സ്റ്റാറ്റ് ഓഡിറ്റർ, നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ഈസ് യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ. സോ എന്റെ ചോദ്യം ഇതാണ് മക്കളെ, വളരെ സിമ്പിൾ ആണ്. എന്റെ ചോദ്യം വളരെ വളരെ സിമ്പിൾ ആണ്. ഇതാണ് എൻ്റെ കമ്പനി. ഇത് വീടല്ല, ഇതൊരു കമ്പനിയാണ്. ഓക്കെ, ഈ കമ്പനിയുടെ പേരാണ് ABC. ഈ കമ്പനിയിലെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് XYZ ആൻഡ് Co. ഈ കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് അഥവാ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ് MNO ആൻഡ് Co. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആയ MNO ആൻഡ് കോക്ക് ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ വർക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലോ? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റർണൽ ഓഡിറ്റേഴ്സ് സഹായം തേടാൻ പറ്റുമോ ഇല്ലോ? ടെൽ മീ, യെസ് ഓർ നോ. Can the statutory auditor obtain the help of internal auditor? Can the statutory auditor use the work of internal auditor? പറ, യെസ് ഓർ നോ. എടാ മണ്ടന്മാരെ, നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്റ്റാൻഡേർഡ് പ്രസക്തി ഉണ്ടോ? സ്റ്റാൻഡേർഡ് പേരെന്താ? യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ എന്നല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം പറ്റും എന്നല്ലേ? അതിന്റെ അർത്ഥം പറ്റും എന്നല്ലടാ. യെസ്. സോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ക്യാൻ യൂസ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ക്യാൻ യൂസ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ. എടാ ബേസിക്കലി എന്താ ഡിഫറൻസ്? ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററും ഇന്റർണൽ ഓഡിറ്ററും തമ്മിൽ എന്താ വ്യത്യാസം? പറ, എന്താ വ്യത്യാസം? എടാ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ വന്നിട്ട് ചെയ്യുന്ന ഓഡിറ്റർ അല്ലെ? ഇറ്റ്സ് നോട്ട് എ കണ്ടിന്യൂസ് ഓഡിറ്റ്. ഇതൊരു കണ്ടിന്യൂസ് ഓഡിറ്റ് ആയിരിക്കും. ഓവർ ദ ഇയർ ഈ ഓഡിറ്റ് ഉണ്ടാവും. കണ്ടിന്യൂസ് ഓഡിറ്റ് ആയിരിക്കും. ഇത് വർഷത്തിൽ ഒരു തവണ വരുന്ന ഓഡിറ്റ് അല്ല, ഇതൊരു ആനുവൽ ഓഡിറ്റ് ആണ്. ഇതൊരു ആനുവൽ ഓഡിറ്റ് ആണ് അല്ലെ? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു എക്സ്പ്രസ് ഒപ്പീനിയൻ. നമ്മളിപ്പോൾ ഇന്റർണൽ ഓഡിറ്റേഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഫസ്റ്റ് പാർട്ട് പഠിച്ചു അല്ലെ? എന്താണ്? കമ്പനിയുടെ ഗവർണൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റിസ്ക് മാനേജ്മെന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്റർണൽ കൺട്രോൾസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് പറയാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാല്യൂ എഡീഷൻ, മാനേജ്മെന്റ് സഹായിക്കുക അല്ലെ? ഹെൽപ്പിംഗ് ദ മാനേജ്മെന്റ് ടു ഇംപ്രൂവ് ദിയർ ആക്ടിവിറ്റീസ്, ടു ഇംപ്രൂവ് ദിയർ ഫംഗ്ഷൻസ് അല്ലെ? അത് മാനേജ്മെന്റ് ഒരു വാല്യൂ എഡീഷൻ സർവീസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്റർണൽ ഓഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിയല്ല? സോ ആക്ച്വലി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇന്റർണൽ ഓഡിറ്ററും ചെയ്യുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ചെയ്യുന്ന പല പല വർക്കും ഇന്റർണൽ ഓഡിറ്റർ ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ആരാ ചെയ്യുക? ഇൻഡെപ്ത് എക്സാമിനേഷൻ ആർക്കുണ്ടാവുക? ഇന്റർണൽ ഓഡിറ്റേഴ്സിന് അടുത്തുണ്ടാവും. കാരണം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഇത്ര സമയം കൊണ്ട് കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇന്റർണൽ ഓഡിറ്ററിന് എന്തില്ല? ടൈം ലിമിറ്റ് ഒന്നും കാര്യമായിട്ട്, നിയമപരമായ ടൈം ലിമിറ്റ് ഒന്നുമില്ല. സോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഓരോ ഐറ്റംസ് ചെക്ക് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്റർണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യേണ്ടേ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററും ഇന്റർണൽ കൺട്രോൾ ചെക്ക് ചെയ്യണം, ഇന്റർണൽ ഓഡിറ്ററും ഇന്റർണൽ കൺട്രോൾ ചെക്ക് ചെയ്യണം. ഇന്റർണൽ ഓഡിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് വെരിഫൈ ചെയ്യും. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഇന്റർണൽ കൺട്രോൾ അത്രയും ഇൻഡെപ്ത് ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും സമയം ഉണ്ടല്ലോ, നമ്മൾ സാമ്പിളിംഗ് ബേസിലൊക്കെയാണല്ലോ ചെയ്യാം. മനസ്സിലാവുന്നില്ലടാ? യെസ് 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 യെസ്. സോ ഇതാണ് ബേസിക്കലി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആൻഡ് ഇന്റർണൽ ഓഡിറ്റർ. So my question is, can the statutory auditor use the work of internal auditor? The answer is yes. Yes. Statutory auditor can use the work of internal auditor. Sir, how, sir? നമുക്ക് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എനിക്ക് ഇന്റർണൽ ഓഡിറ്ററിന്റെ വർക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതി, യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. രണ്ടാമത്തെ രീതി, യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ്. എന്തൊക്കെയാണ് രണ്ട് രീതികൾ? ഈ രണ്ട് രീതികളുടെ പേര് നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഒന്ന് യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ, രണ്ട് യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ്. ഒന്ന് യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ, ഒന്ന് യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ്. ഒന്നെന്താണ് യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ, മറ്റേതെന്താണ് യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ്. സർ എന്താണ് സർ ഇത് രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്റർണൽ ഓഡിറ്റർ ഓൾറെഡി ആ സ്ഥാപനത്തിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓരോ മാസം ഓരോ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഇന്റർണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ഇന്റർണൽ ഓഡിറ്റ് റിപ്പോർട്ട്, this is for the month of January, this is for the month of February, this internal audit report is for the month of March, this internal audit report is for the month of April. ഇങ്ങനെ ഫുൾ വർഷത്തിലും ഓരോ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇന്റർണൽ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ ഞാൻ ഒരു പെർട്ടിക്കുലർ ഐറ്റം ചെക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ ഓൾറെഡി ഈ ഇന്റർണൽ ഓഡിറ്റർ ഐറ്റം ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിന്റെ ഇന്റർണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ യൂസ് ചെയ്യും.
ഐ എം യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. സർ മനസ്സിലായില്ല സർ? അതായത് ഞാൻ ഇപ്പൊ കൺട്രോൾ, ഞാൻ കൺട്രോൾ എന്തായാലും ചെക്ക് ചെയ്യണം. ഞാൻ ആരാണ്? എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ്. ഐ എം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. ഞാൻ എന്തായാലും ഇന്റർണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യണം. പക്ഷെ അവിടെ ഓൾറെഡി ഇന്റർണൽ ഓഡിറ്റർ അവിടുത്തെ കൺട്രോൾസ് ചെക്ക് ചെയ്തിട്ട് മാനേജ്മെന്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തില്ലേ? ഇനി ഞാൻ എന്തിനാണ് വെറുതെ വീണ്ടും ചെക്ക് ചെയ്യേണ്ടത്? അവൻ ചെയ്തു വെച്ച വർക്ക് എനിക്ക് യൂസ് ചെയ്താൽ പോരെ? യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. സോ ഈ രീതിയിലും എനിക്ക് എന്ത് ചെയ്യാം? ഇന്റർണൽ ഓഡിറ്റിന്റെ വർക്ക് യൂസ് ചെയ്യാം. ഇന്റർണൽ ഓഡിറ്റർ ഓൾറെഡി അവിടെ ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നും കൂടി ചെയ്യുന്നതിന് പകരം അവൻ ഓൾറെഡി ആ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവന്റെ വർക്ക് എനിക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് കാറ്റഗറി എന്താ? യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ്. അതായത് അവൻ ചെയ്തു വെച്ച വർക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യാനുള്ള വർക്ക് ഞാൻ ഇപ്പൊ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. അവൻ ഓൾറെഡി ചെയ്തു വെച്ച വർക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി വരും. ഏതാണ്? യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ഞാൻ അവൻ ചെയ്തു വെച്ച വർക്കല്ല യൂസ് ചെയ്യുന്നത്, പകരം എന്താണ്? ഞാൻ ചെയ്യാനിരിക്കുന്ന വർക്ക് അവനെ കൊണ്ട് ഞാൻ ഒന്നും കൂടി ചെയ്യിപ്പിക്കും. അവൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് എന്റെ വിഷയമല്ല. ഞാൻ ചെയ്യാനിരിക്കുന്ന വർക്ക് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ഓഫ് ദ ഇന്റർണൽ ഓഡിറ്റർ. I am asking him to assist me. I am asking the internal auditor directly to assist me using the direct assistance of the internal auditor. So ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർണൽ ഓഡിറ്ററിന്റെ സഹായം തേടാം. ഒന്നെങ്കിൽ അയാൾ ഓൾറെഡി ചെയ്തു വെച്ച വർക്കിന്റെ റിപ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവനെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? പണിയെടുപ്പിക്കാം. ഒന്നെങ്കിൽ അയാൾ ഓൾറെഡി ചെയ്തു വെച്ച വർക്ക് എനിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവനെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? പണിയെടുപ്പിക്കാം. ഓക്കെ ആണോടാ? ആം ഐ ക്ലിയർ ടു യു? യെസ് സർ. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. ബുക്കിനകത്ത് ഇതാണ് ആദ്യം ഉള്ളത്, പക്ഷെ ഞാൻ ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണോ? കാരണം ഇത് പെട്ടെന്നാവും. യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ് പെട്ടെന്നാവും. അപ്പൊ നമുക്ക് അത് പഠിച്ചിട്ട് പിന്നീട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടി ഈസിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ആദ്യം യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ് പഠിക്കാം. പക്ഷെ അതിന് മുന്നേ കുറച്ച് ഇൻട്രൊഡക്ഷൻ വായിക്കണം. നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ വായിക്കാം. Ways in which external auditor may make use of functions of the purpose of audit. എങ്ങനെയൊക്കെയാണ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിന് ഇന്റർണൽ ഓഡിറ്ററിന്റെ സഹായം തേടാൻ പറ്റുന്നത്? എങ്ങനെയൊക്കെയാണ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിന് ഇന്റർണൽ ഓഡിറ്ററിന്റെ സഹായം തേടാൻ പറ്റുന്നത്? പോയിന്റ് നമ്പർ 1, to obtain information which is relevant to external auditors assessment of RMM. RMM അസസ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എക്സ്റ്റേണൽ ഓഡിറ്ററിന് ഇന്റർണൽ ഓഡിറ്ററിന് വാങ്ങാൻ പറ്റും. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് RMM അസസ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എനിക്കത് ആരുടെ അടുത്ത് വാങ്ങാം? ഇന്റർണൽ ഓഡിറ്ററിന്റെ അടുത്ത് വാങ്ങാം. എക്സ്റ്റേണൽ ഓഡിറ്റർ ക്യാൻ ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ വിച്ച് ഇസ് റെലവന്റ് ടു എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് അസസ്മെന്റ് ഓഫ് RMM. ഓക്കെ ആണോ? യെസ്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റർ മേ ഡിസൈഡ് ടു യൂസ് ദ വർക്ക് ദാറ്റ് ഹാസ് ബീൻ പെർഫോംഡ് ബൈ ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. ഓക്കെ ആണോ? ഇനി തേർഡ് പോയിന്റ് എന്തായിരിക്കും? അപ്പൊ ഡയറക്റ്റ് അസിസ്റ്റൻസ് ആയിരിക്കും അല്ലെ? നോക്കെ, ദി എക്സ്റ്റേണൽ ഓഡിറ്റർ മേ യൂസ് ദ ഇന്റർണൽ ഓഡിറ്റർ ടു പെർഫോം ദ ഓഡിറ്റ് പ്രൊസീജിയർ അണ്ടർ ദ ഡയറക്ഷൻ സൂപ്പർവിഷൻ റിവ്യൂ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ് അല്ലെ? സോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒരു ഇന്റർണൽ ഓഡിറ്ററിന് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിന് ഇന്റർണൽ ഓഡിറ്ററിന്റെ സഹായം എങ്ങനെയൊക്കെയാ തേടാൻ പറ്റുക? 3 രീതിയിൽ. ഒന്നാമത്തെ രീതി എന്തായിരുന്നു? ഒന്നാമത്തെ രീതി is to obtain information which is relevant to external auditors assessment of risk of material misstatement. 2, using the work of internal audit function. 3, യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഓഡിറ്റർ മേ മേക്ക് ഇന്റർണൽ ഓഡിറ്റർ ടു പെർഫോം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അണ്ടർ ദ ഡയറക്ഷൻ സൂപ്പർവിഷൻ റിവ്യൂ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. ഓക്കെ ആണോ? ഈസ് ദിസ് ടോപ്പിക് ക്ലിയർ ടു യു? യെസ് സർ. ഹൗ ഇസ് ദ ജോഷ്? ഹായ് സർ എന്ന് പറഞ്ഞ പോലെ. Is this topic clear to you? Yes, sir. Okay, Anna? Yes. So what is the scope of SA 610? One, I can use the work of internal audit function to obtain evidence. അല്ലെങ്കിൽ I can use the internal auditor to provide certain procedures to be done under the direction, supervision,
review of external auditor. I can ask the internal auditor to provide direct assistance under the direction, supervision, review of external auditor. See, ഇപ്പൊ ഞാൻ അയാളെ കൊണ്ടൊരു പണി എടുപ്പിക്കുവാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ പണിയെടുക്കാൻ പറ്റില്ല. എന്റെ ഡയറക്ഷനിൽ, എന്റെ സൂപ്പർവിഷനിൽ, എന്റെ റിവ്യൂവിൽ വേണം ഇന്റർണൽ ഓഡിറ്റർ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോടാ? യെസ്. എടാ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഒരു ഡൗട്ട്. ഈ ABC എന്ന് പറഞ്ഞ കമ്പനിയിൽ നമ്മൾ എവിടെ പോയി എക്സാമ്പിൾ അതാ, ABC എന്ന് പറഞ്ഞ കമ്പനി ഇന്റർണൽ ഓഡിറ്റർ ആരാണ്? XYZ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണ് MNO. സോ MNO എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ XYZ കൊണ്ടൊരു പണിയെടുപ്പിച്ചു. അങ്ങനെ ചെയ്യാലോ, യൂസിങ് ഡയറക്ട് അസിസ്റ്റൻസ് ചെയ്യാലോ. യെസ്. ആ പണിയിനകത്ത് ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തിന്റെ, അതായത് XYZ ചെയ്ത വർക്കിന്റെ ബേസിസിലാണ് MNO ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം നാളെ അതിനകത്തൊരു പ്രശ്നം കണ്ടുപിടിച്ചു. MNO പറയാണ്, സി ഇത് ഞാനല്ല ചെയ്തത്, ഇത് XYZ ചെയ്തത്, XYZ ചെയ്ത വർക്കാണ് ഞാൻ യൂസ് ചെയ്തത് എന്ന് പറയണം MNO. MNO പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഹൂ ഈസ് റെസ്പോൺസിബിൾ? അതായത് സിറ്റുവേഷൻ ഒന്നും കൂടി പറയാം. എക്സ്റ്റേണൽ ഓഡിറ്റർ യൂസ് ദ ഇന്റർണൽ ഓഡിറ്റർ ടു പ്രൊവൈഡ് ഡയറക്ട് അസിസ്റ്റൻസ്. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റർ ഇന്റർണൽ ഓഡിറ്ററെ കൊണ്ട് ഒരു പണി എടുപ്പിച്ചു. ആ വർക്കാണ് എക്സ്റ്റേണൽ ഓഡിറ്റർ യൂസ് ചെയ്തത്. എന്നിട്ട് അതിന്റെ ബേസിൽ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് തെറ്റ് വന്നു. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എക്സ്റ്റേണൽ ഓഡിറ്റർ ആണോ ഇന്റർണൽ ഓഡിറ്റർ ആണോ? ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എക്സ്റ്റേണൽ ഓഡിറ്റർ ആണോ ഇന്റർണൽ ഓഡിറ്റർ ആണോ? ആർക്കാണ്? വെരി ഗുഡ്, ആർക്കാണ്? എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ്. എന്തുകൊണ്ടാണ്? ഈ കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സ് ആരെ അപ്പോയിന്റ് ചെയ്തത്? സർ എക്സ്റ്റേണൽ ഓഡിറ്ററിനാണ് സർ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ എന്നെ അപ്പോയിന്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് തെറ്റിയിട്ട് എനിക്ക് പറയാൻ പറ്റും, അയ്യോ അത് ഞാനല്ല ചെയ്തത്, അവനാ ചെയ്തത്. യൂസേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ചോദിക്കില്ലേ, എടാ ആരെയാ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി? നിന്നെയാണോ അവനെയാണോ? എന്നെ അപ്പോയിന്റ് ചെയ്ത്. പിന്നെ നീ എന്തിനാണ് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചത്? അത് SA 610 പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ അവന്റെ വർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. SA 610 എന്താ പറഞ്ഞത്? നിനക്ക് വേണമെങ്കിൽ ഇന്റർണൽ ഓഡിറ്റേഴ്സിന്റെ വർക്ക് യൂസ് ചെയ്യാം, പക്ഷേ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? എക്സ്റ്റേണൽ ഓഡിറ്ററിനാണ്. അവന്റെ വർക്ക് നീ യൂസ് ചെയ്താലും, അവനെ കൊണ്ട് നീ വർക്ക് ചെയ്യിപ്പിച്ചാലും, ഐ റിപ്പീറ്റ്, അവന്റെ വർക്ക് നീ യൂസ് ചെയ്താലും, യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ അവനെ കൊണ്ട് നീ വർക്ക് ചെയ്യിപ്പിച്ചാലും, യൂസിങ് ദ ഡയറക്ട് അസിസ്റ്റൻസ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എക്സ്റ്റേണൽ ഓഡിറ്ററിന് തന്നെയാണ്. നോക്കി, എക്സ്റ്റേണൽ ഓഡിറ്റർ ഹാസ് സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഓഡിറ്റ് ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ്, and the responsibility is not reduced by the external auditor's use of the work of internal audit function or internal auditors to provide direct assistance on the engagement. എടാ അഭിപ്രായം, വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റർ ടു എക്സ്പ്രസ് ഒപ്പീനിയൻ, അതിന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്? സോൾ റെസ്പോൺസിബിലിറ്റി ആരാണ്? അതിന്റെ ഓൺലി റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എക്സ്റ്റേണൽ ഓഡിറ്ററിനാണ്. ഇനിയിപ്പോ ഞാൻ ഇന്റർണൽ ഓഡിറ്ററിന്റെ വർക്ക് യൂസ് ചെയ്താലും അല്ലെങ്കിൽ അവനെ കൊണ്ട് ഡയറക്ട് അസിസ്റ്റൻസ് ചെയ്യിപ്പിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി കുറയത്തില്ല. ഇറ്റ് ഈസ് നോട്ട്, ദ റെസ്പോൺസിബിലിറ്റി ഈസ് നോട്ട് റെഡ്യൂസ്ഡ്. മനസ്സിലാവുന്നുണ്ടോടാ? യെസ് സർ, മനസ്സിലാവുന്നുണ്ട് സർ. ജസ്റ്റ് ബാക്കിയുള്ള നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. യെസ്, ഓൾദോ they may perform audit procedures similar to those performed by the external auditor. അതായത് ഈ എക്സ്റ്റേണൽ ഓഡിറ്ററും ഇന്റർണൽ ഓഡിറ്ററും ഞാൻ നേരത്തെ പറഞ്ഞതാ ഇൻട്രൊഡക്ഷനിൽ, ഈ എക്സ്റ്റേണൽ ഓഡിറ്ററും ഇന്റർണൽ ഓഡിറ്ററും ആക്ച്വലി ചെയ്യുന്ന വർക്ക് പലതും സിമിലർ ആണ്. ഇന്റർണൽ ഓഡിറ്റർ എക്സ്റ്റേണൽ ഓഡിറ്ററിനെക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ രണ്ടുപേരും ചെയ്യുന്ന വർക്ക് സിമിലർ ആണ്. സോ ഓക്കെ, ഓൾദോ they may perform the audit procedures similar to, ആരാണ് ഇത്? internal auditors may perform the audit procedures similar to those performed by external auditor. Neither the internal audit function nor the internal auditors are independent of the entity. എടാ external auditor is independent of the entity അല്ലെ? ഇന്റർണൽ ഓഡിറ്റർ അത്രയും ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല. SA 200 റിക്വയർ ചെയ്യുന്ന ഇൻഡിപെൻഡൻസി ഇന്റർണൽ ഓഡിറ്ററിന് ഉണ്ടാവില്ല. എക്സ്റ്റേണൽ ഓഡിറ്റർ എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിരിക്കണമോ അത്രത്തോളം ഇൻഡിപെൻഡൻസി ആർക്ക് ഉണ്ടാവില്ല? ഇന്റർണൽ ഓഡിറ്ററിന് ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്റർണൽ ഓഡിറ്റർ ഉണ്ടല്ലോ, ചില സമയത്ത് ആ എൻറ്റിറ്റിയുടെ എംപ്ലോയി ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റിലയൻസ് ഒരു കമ്പനി, അവർക്കൊരു ഇന്റർണൽ ഓഡിറ്റിംഗ് വേണം. സോ അവരൊരു ഇന്റർണൽ ഓഡിറ്ററിനെ സാലറി കൊടുത്ത് ഹയർ ചെയ്തു, ഒരു ഇന്റർണൽ ഓഡിറ്റർ. അപ്പൊ ഈ ഇന്റർണൽ ഓഡിറ്റർ ആരെയും മാറി? റിലയൻസിന്റെ എംപ്ലോയി മാറി. സോ ഒരു എംപ്ലോയി ആയി കഴിഞ്ഞാൽ ഹീസ് ഡിപ്പെൻഡന്റ് ഓൺ ദിസ് കമ്പനി. സോ അയാൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ഈവൻ ദോ വി യൂസ് ടു സേ ഇൻ തിയറി ലൈക്ക് ഇന്റർണൽ ഓഡിറ്റർ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് നമ്മൾ പറയും, പക്ഷെ അവർ അത്രത്തോളം ഇൻഡിപെൻഡന്റ് ആവണമെന്ന് ഇല്ല. ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആകണമോ അത്രത്തോളം ഇൻഡിപെൻഡൻസി ആർക്ക് ഉണ്ടാവില്ല? ഇന്റർണൽ ഓഡിറ്ററിന് ഉണ്ടാവില്ല. ഓക്കെ ആണോടാ? യെസ്, അതാണ് പറയുന്നത്, ഇൻഡിപെൻഡൻസ് ഓഫ് ദ എൻറ്റിറ്റി ആസ് ഈസ് റിക്വയർഡ് ബൈ ദ എക്സ്റ്റേണൽ ഓഡിറ്റർ ഇൻ അക്കോർഡൻസ് വിത്ത് SA 200. SA 200 ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ എത്ര ഇൻഡിപെൻഡൻസ് ആകണമെന്ന് പറയുന്നുണ്ട്. അത്രത്തോളം ഇൻഡിപെൻഡൻസി ആർക്ക് ഉണ്ടാവില്ല? ഇന്റർണൽ ഓഡിറ്ററിന് ഉണ്ടാവില്ല. ഓക്കെ ആണോടാ? യെസ്. സോ അത് ജസ്റ്റ് വായിച്ചാൽ മതി. ഈ രണ്ട് സെൻസ് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട, ഇതൊന്നും വേണമെന്നില്ല. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. ഓക്കെ ആണോ? യെസ്.
സോ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഏതാണ്? ഇത് ഇവിടെ നിൽക്കാം, ഇവിടെ നിർത്താം നമുക്ക്. അതായത് നമുക്ക് ആദ്യം ഏതാ പഠിക്കാം? യൂസിങ് ഡയറക്റ്റ് അസിസ്റ്റൻസ് പഠിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർ ഓഡിറ്റ് ഫംഗ്ഷൻ പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഡയറക്റ്റ് അസിസ്റ്റൻസ് പഠിക്കാം, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരാം. ഫൈൻ ആണോടാ? യെസ്. കം ടു പേജ് നമ്പർ 4.42, ഡയറക്റ്റ് അസിസ്റ്റൻസ്. ഡയറക്റ്റ് അസിസ്റ്റൻസ് ഓക്കെ ആണോടാ? ഫൈൻ ആണോ? ഓക്കെ ആണോ? യെസ്. നമുക്ക് നോക്കാം. യെസ്. സോ ഇവിടെ എന്താ പറയുന്നത്? എന്താ ഡയറക്റ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് അസിസ്റ്റന്റ് റെഫേഴ്സ് ടു യൂസ് ഓഫ് ഇന്റർണൽ ഓഡിറ്റേഴ്സ് ടു പെർഫോം ദ ഓഡിറ്റ് പ്രൊസീജിയർ അണ്ടർ ദ ഡയറക്ഷൻ, സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. അതായത് എക്സ്റ്റേണൽ ഓഡിറ്റർ ചെയ്യേണ്ട ഒരു ഓഡിറ്റ് പ്രൊസീജിയർ, അത് ഞാൻ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്? ഇന്റർണൽ ഓഡിറ്റർ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇന്റർണൽ ഓഡിറ്റർ ചെയ്യുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്റെ ഡയറക്ഷനിൽ, എന്റെ സൂപ്പർവിഷനിൽ, എന്റെ റിവ്യൂവിൽ വേണം ആര് ചെയ്യാൻ വേണ്ടിയിട്ട്? എക്സ്റ്റേണൽ ഓഡിറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി, സോറി, ഇന്റർണൽ ഓഡിറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണോ? സോ വാട്ട് ഈസ് ഡയറക്റ്റ് അസിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ദ ഇന്റർണൽ ഓഡിറ്റർ ടു പെർഫോം സർട്ടൻ ഓഡിറ്റ് പ്രൊസീജിയർ അണ്ടർ ദ ഡയറക്ഷൻ, സൂപ്പർവിഷൻ, റിവ്യൂ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. മനസ്സിലാവുന്നുണ്ടോടാ? യെസ്, മനസ്സിലാവുന്നുണ്ട് സർ. The external auditor may be prohibited by the law or regulation from obtaining direct assistance from the internal auditor. ചില സമയത്ത് നിയമത്തിൽ പറയും എക്സ്റ്റേണൽ ഓഡിറ്റർ ഇന്റർണൽ ഓഡിറ്ററിന്റെ വർക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്റർണൽ ഓഡിറ്റർ കൊണ്ട് പണി എടുപ്പിക്കാൻ പാടില്ല. Sometimes the law may prohibit the use of internal auditor to perform certain audit procedure. ഡയറക്റ്റ് അസിസ്റ്റന്റ് എടുക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ ചില സമയത്ത് എന്ത് ചെയ്യും? വിലക്കിയിട്ടുണ്ടാവും. അങ്ങനെ വിലക്കിയിട്ടില്ലെങ്കിൽ, if the law is not prohibiting the external auditor to use direct assistance of the internal auditor, if the law is not prohibiting the use of internal auditor to provide direct assistance by the external auditor, okay, once again try to understand. ഇപ്പം ഡയറക്റ്റ് അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ പ്രൊഹിബിഷൻ ഇല്ലെങ്കിൽ we can use direct assistance. Okay, if using the internal auditors to provide direct assistance is not prohibited by the law or regulation, അങ്ങനെയാണെങ്കിൽ the external auditor can plan to use the internal auditors to provide direct assistance of the auditor. Okay, so ഇതിനകത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഇന്റർണൽ ഓഡിറ്ററിനെ കൊണ്ട് എൻ്റെ ഒരു വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, whether there is any threat to objectivity of the internal auditor. ഇന്റർണൽ ഓഡിറ്ററിന് അൺബയാസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കണം. ഇപ്പൊ ഇന്റർണൽ ഓഡിറ്റർ മാനേജ്മെന്റിന്റെ കളിപ്പാവയാണെങ്കിൽ, എന്താ മാനേജ്മെന്റ് കളിപ്പാവ എന്ന് ഉദ്ദേശിച്ചത്? മാനേജ്മെന്റ് തുള്ളിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ ഇന്റർണൽ ഓഡിറ്റർ തുള്ളിക്കളിക്കും. പിന്നെന്താണ്? ഇരിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ഇരിക്കും, നിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ നിൽക്കും. അങ്ങനത്തെ ഒരു കളിപ്പാവയാണെങ്കിൽ, മാനേജ്മെന്റ് ഒരു കളിപ്പാവയാണ് ഇന്റർണൽ ഓഡിറ്റിംഗ്, അയാളെ കൊണ്ട് പണി എടുപ്പിക്കരുത്. സോ ഐ ഷുഡ് സീ വെദർ ദാർ ഇസ് എനി സിഗ്നിഫിക്കന്റ് ത്രെറ്റ് ടു ദ ഒബ്ജക്ടിവിറ്റി ഓഫ് ഇന്റർണൽ ഓഡിറ്റർ. ഇന്റർണൽ ഓഡിറ്റർ ഇൻഡിപെൻഡന്റ് ആണോ? അയാൾക്ക് അൺബയാസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് വിതൗട്ട്, നോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എനി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആര് ചെക്ക് ചെയ്യണം? നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ചെക്ക് ചെയ്യണം. സോ എക്സ്റ്റേണൽ ഓഡിറ്റർ ഇന്റർണൽ ഓഡിറ്റർ കൊണ്ട് പണി എടുപ്പിക്കുന്ന മുന്നേ ആദ്യം എന്താ ചെക്ക് ചെയ്യുന്നത്? വെദർ ദാറ്റ് ഇസ് എനി ത്രെറ്റ് ടു ഹിസ് ഒബ്ജക്ടിവിറ്റി. സെക്കൻഡ് വൺ, എടാ ഞാൻ അയാളെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അയാൾക്ക് ആ വർക്ക് ചെയ്യാനുള്ള സ്കില്ല്, ബുദ്ധി ഉണ്ടോ ഞാൻ നോക്കണ്ടേ? Whether the internal auditor lacks sufficient competency to perform. If he lacks the skill, I can't ask him to do the work. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് CA ക്ക് ജോയിൻ ചെയ്തിട്ടുള്ളൂ, ഫൗണ്ടേഷൻ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഓഡിറ്റ് ചെയ്യുന്നു ഞാൻ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് പഠിക്കുന്നേ, ഞാൻ നിങ്ങളോട് പോയിട്ട് ഓഡിറ്റ് ചെയ്യുന്നു. ഓഡിറ്റ് ചെയ്യാനുള്ള സ്കില്ലോ കോമ്പീറ്റൻസോ നിങ്ങൾക്ക് ഉണ്ടോ? ഇപ്പം ഇല്ല സർ. സോ ആദ്യം ഞാൻ രണ്ട് കാര്യം ചെക്ക് ചെയ്യണം. ഞാനൊരു ഇന്റർണൽ ഓഡിറ്ററിനെ കൊണ്ടൊരു വർക്ക് ചെയ്യിപ്പിക്കുന്ന മുന്നേ രണ്ട് കാര്യം ചെക്ക് ചെയ്യണം. എന്താണ്? ഒന്ന്, അവൻ ഇൻഡിപെൻഡന്റ് ആണോ? വെദർ ദാറ്റ് ഇസ് എനി ത്രെറ്റ് ടു ഹിസ് ഒബ്ജക്ടിവിറ്റി. രണ്ട്, വെദർ ഹി ഈസ് പൊസസിംഗ് ദ കോമ്പീറ്റൻസി ടു പെർഫോം ദ വർക്ക്. വെദർ ഹി ഈസ് പൊസസിംഗ് ദ കോമ്പീറ്റൻസി ടു പെർഫോം ദ വർക്ക്. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. ഒറ്റ സെക്കൻഡാ, ഒന്നുകൂടെ വായിച്ച രണ്ട് പോയിന്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചോ. പെട്ടെന്ന് സോ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മളൊരു ഇന്റർണൽ ഓഡിറ്റിന്റെ കൊണ്ട് ഡയറക്റ്റ് അസിസ്റ്റൻസ് ചെയ്യിപ്പിക്കുന്ന മുന്നേ രണ്ട് കാര്യം നോക്കണം. എന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, ത്രെറ്റ് ടു ഒബ്ജക്ടിവിറ്റി. എന്താണ് ത്രെറ്റ് ടു ഒബ്ജക്ടിവിറ്റി? എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടോ നമ്മൾ നോക്കണം. രണ്ടാമത്തെ എന്താ നോക്കേണ്ടത്? ലാക്ക് സഫീഷ്യന്റ് കോമ്പീറ്റൻസി ടു പെർഫോം. അതായത് ഒന്ന്, ആ ഇന്റർണൽ ഓഡിറ്ററിന് ഇൻഡിപെൻഡന്റ് വർക്ക് ചെയ്യാൻ പറ്റും. രണ്ട്, ആ വർക്ക് ചെയ്യാനുള്ള കോമ്പീറ്റൻസി അവനുണ്ടോ? കോമ്പീറ്റൻസി അവനില്ല. ഇഫ് ഹീസ് ലാക്സ് ദ സഫീഷ്യന്റ് കോമ്പീറ്റൻസി, നമ്മൾ അവന്റെ വർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. സോ ചോദ്യം ഇതാണ്,
ചോദ്യം ഇതാണ്, ദ എക്സ്റ്റേണൽ ഓഡിറ്റർ ഷാൽ നോട്ട് യൂസ്, ഇന്റർണൽ ഓഡിറ്ററിനെ കൊണ്ട് ഡയറക്ടർ അസിസ്റ്റന്റ് ചെയ്യിപ്പിക്കരുത്. എപ്പോഴാണ്? അയാൾക്ക് ഇഫ് ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കന്റ് ത്രെറ്റ് ടു ഒബ്ജക്ടിവിറ്റി, ഇഫ് ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കന്റ് ത്രെറ്റ് ടു ഒബ്ജക്ടിവിറ്റി അവന്റെ വർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇഫ് ഹി ലാക്സ് സഫീഷ്യന്റ് കോമ്പിറ്റൻസി അവന്റെ വർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാ പറഞ്ഞത്? ഇഫ് ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കന്റ് ത്രെറ്റ് ടു ഒബ്ജക്ടിവിറ്റി അവന്റെ വർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇഫ് ഹി ലാക്സ് സഫീഷ്യന്റ് കോമ്പിറ്റൻസി അവന്റെ വർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. അത് ഓക്കെ ആണോടാ? യെസ്. നെക്സ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടത്? എക്സ്റ്റേണൽ ഓഡിറ്റർ ഷാൽ നോട്ട് യൂസ് ദ ഇന്റർണൽ ഓഡിറ്റർ ടു പ്രൊവൈഡ് ഡയറക്റ്റ് അസിസ്റ്റൻസ്. ഏതൊക്കെ വർക്കാണ് ഇന്റർണൽ ഓഡിറ്ററിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ലാത്തത്? അതായത് ഏതൊക്കെ വർക്കാണ് ഇന്റർണൽ ഓഡിറ്ററിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെ ചെയ്യണം. എന്താ ഡയറക്റ്റ് അസിസ്റ്റൻസ് പറഞ്ഞാൽ? എക്സ്റ്റേണൽ ഓഡിറ്റർ ഒരു വർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്റർണൽ ഓഡിറ്റർ കൊണ്ട് ആ പണി എടുപ്പിക്കുന്നു. ശരിയല്ലടാ? യെസ്. സോ ഏതൊക്കെ വർക്കാണ് എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെയാണ് ചെയ്യുന്നത്, ഇന്റർണൽ ഓഡിറ്റർ കൊണ്ട് ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കാൻ പാടില്ല. The external auditor shall not use internal auditors to provide direct assistance. ഏതൊക്കെ വർക്കാണ്? എത്ര വർക്കാണ് നോക്കിയേ? 4 വർക്ക്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 1, ഇൻവോൾവ്സ് മേക്കിംഗ് സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റ്. എവിടെയൊക്കെയാണോ സിഗ്നിഫിക്കന്റ് ആയിട്ട് ജഡ്ജ്മെന്റ് എടുക്കേണ്ടത്, എവിടെയൊക്കെയാണോ ഡിസിഷൻസ് എടുക്കാനുള്ളത്, എവിടെയൊക്കെയാണോ എക്സ്റ്റേണൽ ഓഡിറ്റർ കാര്യമായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ളത്, അത്തരം വർക്കുകൾ ആർക്ക് കൊടുക്കരുത്? ഇന്റർണൽ ഓഡിറ്ററിന് കൊടുക്കരുത്. അത് എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെ ചെയ്യണം. ഇൻവോൾവ്സ് മേക്കിംഗ് സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റ്. എവിടെയൊക്കെയാണോ കാര്യമായിട്ട് ജഡ്ജ്മെന്റ് എടുക്കേണ്ടത്, അത്തരം വർക്കുകൾ ആർക്ക് കൊടുക്കരുത്? ഇന്റർണൽ ഓഡിറ്ററിന് കൊടുക്കരുത്. അത്തരം വർക്കുകൾ ആര് തന്നെ ചെയ്യണം? എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെ ചെയ്യണം. സെക്കൻഡ് വൺ, റിലേറ്റ് ടു ഹയർ അസസ്ഡ് RMM. എവിടേക്കാണോ റിസ്ക് ഹൈ ആയിട്ടുള്ളത്, എവിടേക്കാണോ റിസ്ക് ഹൈ ആയിട്ടുള്ളത്, അതൊക്കെ ആര് തന്നെ ചെയ്യണം? എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെ ചെയ്യണം. ഇന്റർണൽ ഓഡിറ്ററിനെ കൊണ്ട് ചെയ്യരുത്. എവിടേക്കാണോ RMM ഹൈ ആയിട്ടുള്ളത്, എവിടേക്കാണോ RMM ഹൈ ആയിട്ടുള്ളത്, അത്തരം വർക്കുകൾ ആര് തന്നെ ചെയ്യണം? എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെ ചെയ്യണം. ഇന്റർണൽ ഓഡിറ്ററിന് കൊടുക്കരുത്. ഓക്കെ ആണോടാ? നെക്സ്റ്റ്, റിലേറ്റ്സ് ടു വർക്ക് വിത്ത് വിച്ച് ഇന്റർണൽ ഓഡിറ്റർ ഹാവ് ബീൻ ഇൻവോൾവ് ഓർ ഹാസ് ബീൻ ഓൾറെഡി ഇൻവോൾവ്. എടാ, ഓൾറെഡി ഇന്റർണൽ ഓഡിറ്റർ ചെയ്തൊരു വർക്ക്, ആ വർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ഇന്റർണൽ ഓഡിറ്റർ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ? സർ മനസ്സിലായില്ല സർ. സേ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആ കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ സഹായം തേടി. അപ്പൊ മാനേജ്മെന്റും ഇന്റർണൽ ഓഡിറ്റേഴ്സും കൂടി ഒരുമിച്ചാണ് ആ കമ്പനി ഇന്റേണൽ കൺട്രോൾ സെറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ അവിടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ട് ചെന്നു. എനിക്ക് ഇന്റർണൽ കൺട്രോൾ ചെക്ക് ചെയ്യണം. എനിക്ക് ഇന്റർണൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ദേ ആർ ഇൻവോൾവ് ഇൻ ദാറ്റ് വർക്ക്. ഇന്റേണൽ കൺട്രോൾസ് സെറ്റ് ചെയ്യുന്നതിൽ അവരും കൂടി ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അവർ ഇൻവോൾവ് ചെയ്ത വർക്ക് അവരെ കൊണ്ട് തന്നെ എനിക്ക് ചെക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. സോ റിലേറ്റ്സ് ടു ദ വർക്ക് വിത്ത് വിച്ച് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഹാവ് ബീൻ ഇൻവോൾവ്. സോ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് 3 പോയിന്റ്. സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റ്സ് എടുക്കാനുണ്ടെങ്കിൽ എവിടേക്കാണോ സിഗ്നിഫിക്കന്റ് ആയിട്ട് ജഡ്ജ്മെന്റ്സ് എടുക്കുന്നത് അവിടെയൊക്കെ എന്ത് വേണം? എവിടേക്കാണോ സിഗ്നിഫിക്കന്റ് ആയിട്ട് ജഡ്ജ്മെന്റ്സ് എടുക്കുന്നത് അവിടെയൊക്കെ ആര് പോകണം? ആര് ചെയ്യണം? എക്സ്റ്റേണൽ ഓഡിറ്റർ ചെയ്യണം. എവിടെയാണോ റിസ്ക് ഓഫ് RMM ഹൈ ആയിട്ടുള്ളത്, എവിടെയാണോ RMM ഹൈ ആയിട്ടുള്ളത്, അത്തരം വർക്ക് ആരാ ചെയ്യണത്? എക്സ്റ്റേണൽ ഓഡിറ്റർ ചെയ്യണം. എവിടേക്കാണോ ഇന്റർണൽ ഓഡിറ്റേഴ്സ് തന്നെ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഏതൊക്കെ വർക്കാണ് ഇന്റർണൽ ഓഡിറ്റേഴ്സ് തന്നെ ചെയ്തിട്ടുള്ളത്, അത് ഇന്റർണൽ ഓഡിറ്റേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റർണൽ ഓഡിറ്റേഴ്സിനെ ഏർപ്പാടാക്കരുത്. ഇന്റർണൽ ഓഡിറ്റേഴ്സ് ഇൻവോൾവ് ചെയ്ത വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റർണൽ ഓഡിറ്റേഴ്സിനെ ഏർപ്പാടാക്കരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ആൻഡ് ലാസ്റ്റ് വൺ, റിലേറ്റ്സ് ടു ദ ഡിസിഷൻസ് ടു ദ എക്സ്റ്റേണൽ ഓഡിറ്റർ makes in accordance with, relates to the decision external auditor makes in accordance with this essay. എന്താ പറഞ്ഞത്? ഈ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ ഓഡിറ്റർ എടുക്കേണ്ട ഡിസിഷൻ അത് ഇന്റർണൽ ഓഡിറ്റർ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഈ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഇത് ഏതാ സ്റ്റാൻഡേർഡ്? ഇത് SA 610. ഈ സ്റ്റാൻഡേർഡ് എന്താ പറഞ്ഞത്? യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റിന്റെ വർക്ക് എടുക്കണോ വേണ്ടിയോ എന്ന ഡിസിഷൻ അത് നമ്മൾ ഇന്റേണൽ ഓഡിറ്ററെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. റിലേറ്റ്സ് ടു ദ ഡിസിഷൻ ദ എക്സ്റ്റേണൽ ഓഡിറ്റർ മേക്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് essay. ഈ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ ഓഡിറ്റർ എടുക്കേണ്ട ഡിസിഷൻ ആ വർക്ക് നമ്മൾ ഇന്റേണൽ ഓഡിറ്ററെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. സോ ബേസിക്കലി സിമ്പിൾ ആണ്. ഒരു ബുദ്ധിമുട്ടില്ല മക്കളെ, ഒരു ബുദ്ധിമുട്ടില്ല. ഇതിനകത്ത് എന്താ പറഞ്ഞത്? ഏതൊക്കെ വർക്കാണ് എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെ ചെയ്യേണ്ടത്, ഇന്റർണൽ ഓഡിറ്ററിന്റെ ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കാൻ പാടില്ലാത്തത്. പോയിന്റ് നമ്പർ 1, എവിടേക്കാണോ സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റ്സ് ഇൻവോൾവ് ആയിട്ടുള്ളത്, എവിടേക്കാണ് കാര്യമായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടത്, ഈ കാര്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നവർക്കൊന്നും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ഞാൻ തന്നെ ചെയ്തോളാം. ഓക്കെ. സെക്കൻഡ് വൺ, എവിടെയാണോ ഹയർ അസസ്ഡ് RMM ഉള്ളത്, റിസ്ക് എവിടെയാണോ ഹൈ ആയിട്ടുള്ളത്, അത്തരം വർക്കും ഞാൻ തന്നെ ചെയ്യും, അവനെ കൊണ്ട്. കാരണം റിസ്ക് ഹൈ ആയിട്ടുള്ള വർക്ക് അവൻ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം നാളെ ആരാ എടുക്കേണ്ടത്? ഞാൻ എടുക്കേണ്ടത്. സോ അത് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, ഞാൻ തന്നെ ചെയ്യും. ഓക്കെ ആണോ?
മൂന്നാമത്തത് ഇന്റർണൽ ഓഡിറ്റർ ഇൻവോൾവ് ആയിട്ടുള്ള വർക്ക് ഇൻ വിച്ച് ഇന്റർണൽ ഓഡിറ്റർ ഈസ് ഇൻവോൾവ്. എടാ ഇന്റർണൽ ഓഡിറ്റർ തന്നെ ചെയ്ത് വെച്ചൊരു വർക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്റർണൽ ഓഡിറ്ററിനെ തന്നെ ഏൽപ്പിക്കോ? ഇല്ല, അത്തരം വർക്ക് ഞാൻ ചെയ്തോളാം. നെക്സ്റ്റ്, ഡിസിഷൻസ് ഇൻ വിത്ത് റിഗാർഡ് ടു ദിസ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഡിസിഷൻ, ഈ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് എന്ത് ഡിസിഷൻ എടുക്കുന്നത്? ഇന്റർണൽ ഓഡിറ്ററിന്റെ വർക്ക് എടുക്കണോ വേണ്ടിയോ? ആ ഡിസിഷൻ ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ തന്നെ ചെയ്യും. ഓക്കെ ആണോടാ? ഈ 4 പോയിന്റ് ഓർത്ത് വെക്കുക, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ 4 പോയിന്റ് ഓർത്ത് വെക്കുക, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോടാ? യെസ്. ഇനി ഇന്റർണൽ ഓഡിറ്ററിനെ കൊണ്ട് ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുപ്പിക്കുന്നതിന് മുന്നേ 2 കാര്യം നമ്മൾ ഉറപ്പാക്കണം. ഒന്ന്, എടാ ഇന്റർണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? മാനേജ്മെന്റിന്റെ ആളാണ്. അപ്പൊ മാനേജ്മെന്റ് ആളെ എടുക്കുന്നതിന് മുന്നേ മാനേജ്മെന്റ് പെർമിഷൻ വാങ്ങണടാ. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു സ്റ്റാഫ്, ഞാൻ അവനെ കൊണ്ട് എൻ്റെ വർക്ക് ചെയ്യിപ്പിക്കുന്ന മുന്നേ ഞാൻ നിങ്ങളുടെ പെർമിഷൻ വാങ്ങണ്ടേ? കാരണം നിങ്ങളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. സോ അവനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുന്ന മുന്നേ നിങ്ങളുടെ പെർമിഷൻ വാങ്ങണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഒബ്റ്റെയിൻ റിട്ടേൺ അഗ്രിമെന്റ് ഫ്രം മാനേജ്മെന്റ്. അതാണ് ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ എൻറ്റിറ്റി. ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് എൻറ്റിറ്റി എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓർ TCWG. Okay, obtain return agreement from authorized representative of entity that internal auditors will be allowed to follow the external auditor's instruction and the entity will not intervene in the work of internal auditor. അതായത് ഞാൻ മാനേജ്മെന്റ് അടുത്ത് പറയാണ്, മാനേജ്മെന്റ് ഞാൻ ഈ ഇന്റർണൽ ഓഡിറ്റിന്റെ സഹായം എടുത്തോട്ടെ. മാനേജ്മെന്റ് പറയും എടുത്തോ സാർ വായി കൊണ്ട് പറഞ്ഞത് എഴുതി തരണം. ഒബ്റ്റെയിൻ റിട്ടേൺ അഗ്രിമെന്റ് ഫ്രം ദ മാനേജ്മെന്റ് ദാറ്റ് ഇന്റർണൽ ഓഡിറ്റർ വിൽ ബി അലൗഡ് ടു ഫോളോ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ദ എൻറ്റിറ്റി വിൽ നോട്ട് ഇന്റർവീൻ ഇൻ ദ വർക്ക് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ. ഓക്കെ ആണോടാ? യെസ്. സോ മാനേജ്മെന്റ് ഞാൻ എഴുതി വാങ്ങി. അടുത്തത് ഞാൻ അടുത്ത് എഴുതി വാങ്ങുന്നത് ഇന്റർണൽ ഓഡിറ്റേഴ്സ് അടുത്ത് എഴുതി വാങ്ങണം. എന്താ എഴുതി വാങ്ങേണ്ടത് നമുക്ക് നോക്കാം. ഒബ്റ്റെയിൻ റിട്ടേൺ അഗ്രിമെന്റ് ഫ്രം ഇന്റർണൽ ഓഡിറ്റർ എന്ത്? that they will keep the confidential specific matters as instructed by the external auditor and inform the external auditor as that if there is any threat to his objectivity. എടാ ഇന്റർണൽ ഓഡിറ്റർ ഇപ്പൊ എനിക്ക് വേണ്ടി പണിയെടുക്കണം. അപ്പൊ ഞാൻ ഇന്റർണൽ ഓഡിറ്ററോട് പറയാണ്, ഇനി നീ മാനേജ്മെന്റ് ശിങ്കിടിയല്ല, ഇനി നീ എന്റെ ശിങ്കിടിയാണ്. ഇനി മാനേജ്മെന്റ് കളിപ്പാവ ആവരുത്. നീ ഇപ്പൊ എന്റെ കൂടെയാണ് നീ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഓടി ചെന്ന് മാനേജ്മെന്റിനോട് പറയരുത്. You have to keep the matters confidential. So I have to obtain return agreement from the internal auditor that they will keep the confidential matters as instructed by the external auditor. അതേപോലെ തന്നെ ഇന്റർണൽ ഓഡിറ്റേഴ്സിനോട് ഞാൻ പറയാണ്, മാനേജ്മെന്റ് എങ്ങനെ നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ അത് എന്നോട് വന്ന് പറയണം. If there is any significant threat to his objectivity, you have to inform the external auditor. So 2 കാര്യങ്ങൾ ഞാൻ ഉറപ്പുവരുത്തിക്കണം. ഞാൻ ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കുന്നതിന് മുന്നേ 2 കാര്യം ഞാൻ ഉറപ്പുവരുത്തിക്കണം. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? I have to obtain return agreement from the management that they will allow the internal auditors to follow the instructions of the external auditor and they will not intervene in the work of internal auditor. Second one, I have to obtain return agreement from the internal auditor that he will keep the matters confidential as instructed by the external auditor, as well as he will inform the external auditor if there is any significant threat to his objectivity. Okay, fine ano? Yes. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡയറക്റ്റ് അസിസ്റ്റൻസ്. ഇത് വേറൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തുതരാം. ഓക്കെ ആണോടാ? യെസ്. സോ ഡയറക്റ്റ് അസിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് അസിസ്റ്റൻസ് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം നിയമത്തിൽ ലോനകത്ത് പ്രൊഹിബിഷൻ ഉണ്ടോ നോക്കണം. ലോനകത്ത് ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കുന്നതിൽ പ്രൊഹിബിഷൻ ഉണ്ടോ നോക്കണം. പ്രൊഹിബിഷൻ ഉണ്ട്, യെസ്, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല. പ്രൊഹിബിഷൻ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കാം. ഓക്കെ ആണോ? ഇനി ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഡയറക്റ്റ് എടുക്കാൻ പാടില്ല എപ്പോ? ഒന്ന്, ഇഫ് ദാറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ത്രെറ്റ് ടു ഒബ്ജക്ടിവിറ്റി, അല്ലെങ്കിൽ lacks competency. If there is significant threat to objectivity or if he lacks competency. Significant threat to objectivity ഇല്ല, അല്ലെങ്കിൽ if he lacks competency നമ്മൾ ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കാൻ പാടില്ല. ഓക്കെ ആണോ? ഏതൊക്കെ വർക്കാണ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ചെയ്യാൻ പാടില്ലാത്ത? 4 വർക്ക് ഉണ്ട് അല്ലെ. ഒന്ന്, സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റ് ഇൻവോൾവ് ആയിട്ടുള്ള വർക്ക്. മൂന്നാമത്തെ ഡയറക്റ്റ് ഇന്റർണൽ ഓഡിറ്റർ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള വർക്ക്. ഹയർ അസസ്ഡ് RMM ഉള്ള വർക്ക്. ആൻഡ് ലാസ്റ്റ് വൺ, ഈ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ഡിസിഷൻസ്. ഇത്രയും വർക്കിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ എന്താ പാടില്ല? ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കാൻ പാടില്ല. ഡയറക്റ്റ് അസിസ്റ്റൻസ് എടുക്കുന്ന 2 കാര്യം നമ്മൾ ഉറപ്പുവരുത്തിക്കണം. റിട്ടേൺ അഗ്രിമെന്റ് വാങ്ങണം. ഒന്ന്, ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് എൻറ്റിറ്റി. ഒന്ന്, ഇന്റർണൽ ഓഡിറ്റേഴ്സ്. ഇവിടെ എന്താ വാങ്ങേണ്ടത്? ദാറ്റ് ഇന്റർണൽ ഓഡിറ്റേഴ്സ് വിൽ ബി അലൗഡ് ടു follow the instruction of the external auditor and the entity will not intervene in the work of internal auditor. ഇവിടെ 2 കാര്യം. ഒന്ന്, he should maintain the confidentiality and he should inform external auditor if there is any threat to his objectivity. ഇതാണ് ഡയറക്റ്റ് അസിസ്റ്റൻസ്. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? ഡയറക്റ്റ് അസിസ്റ്റൻസ് ഓക്കെ ആണോ? യെസ് സർ.
യെസ് സർ, ഫൈൻ. സോ ഡയറക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്താ പറയുക, യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റർ ഓഡിറ്റ് ഫംഗ്ഷൻ, അത് വേറൊരു ടോപ്പിക്കിലാണ്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പഠിക്കാം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഡയറക്ടർ അസിസ്റ്റൻസ്. ഐ ഹോപ്പ് യു എൻജോയ് തേർഡ് പാർട്ട്. വേഗം തന്നെ കണ്ടോ, ലേറ്റ് ആക്കണ്ട, ബ്രേക്ക് എടുക്കണ്ട, ഇപ്പൊ തന്നെ കണ്ടോ. കാരണം ബ്രേക്ക് എടുത്താൽ നീ ഉണ്ടല്ലോ, ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോയി പിന്നെ ഇങ്ങോട്ട് ഈ പരിസരത്ത് നീ എന്നെ മറന്നുപോകും, നീ എന്നെ തന്നെ അങ്ങ് മറന്നുപോകും. സോ നീ ഇപ്പൊ തന്നെ ഒന്നും നോക്കണ്ട, അടുത്ത വീഡിയോ അങ്ങ് ക്ലിക്ക് ചെയ്തോളാം. താങ്ക് യു. സൈനിങ് ഓഫ്. സഞ്ജയ്. താങ്ക് യു.